കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞ് നട തുറന്നു. നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജയൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ചെറിയ തിരക്ക്. ബാക്കിയൊക്കെ വലിയ തിരക്കില്ല. പക്ഷേ ഇന്നലത്തെ അത്ര സുഖം തന്നെ ഇല്ല. ഇന്നെന്താ വെച്ചാൽ ഏകാന്തം വഴിയാണ്, സോപാനം വഴിയല്ല. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ സോപാനം വഴി വിടുമായിരിക്കാം. കാരണം തിരക്ക് വലിയ തിരക്കൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് മഴയുള്ള കാരണം എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയാണ്. എല്ലാവർക്കും വന്ന് ദർശനം നടത്താൻ പറ്റുന്ന സമയം തന്നെയാണ്. അപ്പോൾ നമുക്കെന്തായാലും ഭഗവാന്റെ ദർശനത്തിനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് അവിടെ പോയിട്ട് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ചുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ അതിലേ പോരാം. ആലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അതിനുശേഷം നേരെ വരുമ്പോൾ തീയരമ്പലമൊക്കെ കണ്ട്, തീയരമ്പലത്തിൻ്റെ ആ ഒരു വിളക്കേ ഉള്ളൂ, കൽവിളക്കേ ഉള്ളൂ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെയൊക്കെ അതിലൂടെയൊക്കെ നമ്മൾ പോകുന്നത് പുതിയ ഗോപുര നടയിൽ കൂടെ അങ്ങനെ വരുമ്പോൾ രണ്ട് സൈഡിലുള്ള ഓരോരോ ചിത്രത്തൂണുകൾ കാണാം. അതൊക്കെ ഒന്ന് നോക്കിയാൽ നല്ല രസമായിട്ടുള്ള കാഴ്ചകളാണ്. വാഹന പൂജയൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് ഇങ്ങനെ വന്ന് നമ്മൾ നേരെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകു വശത്തു കൂടെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിലേക്ക് പോവാം. അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം നേടിയതിന് ശേഷം കിഴക്കേ ഗോപുരവാതിൽ വഴി നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. അങ്ങനെ പ്രവേശിക്കുന്ന സമയത്ത് നമ്മളങ്ങനെ വരണു. വന്ന് ആ വാതിൽപ്പടി കയറാൻ നേരത്ത് വലിയ ബലിക്കല്ലിനെ അവിടെ നിന്ന കേശവൻ്റെ രണ്ട് കൊമ്പും കാണാം. അതേപോലെ നടുക്കിൽ ഉള്ള ലക്ഷ്മി ദേവിയുടെ വിഗ്രഹമൊക്കെ കാണാം. അപ്പോൾ ലക്ഷ്മി ദേവീനെയൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കാനായിട്ട് അവിടെ നിന്ന് കയറി വരികയാണ്. അങ്ങനെ കയറി വരുമ്പോൾ ഭഗവാന്റെ ശ്രീലകത്തുള്ള ആ പൊൻവെളിച്ചം നമ്മളിലേക്ക് എത്തും. അങ്ങനെ അപ്പോൾ നമ്മളൊന്ന് ഇടത്തെ സൈഡിലേക്ക് നോക്കിയിട്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണീയം എഴുതിയ പീഠം കാണാം. അതിങ്ങനെ കിടാവിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്കൊന്ന് നോക്കി സ്മരിച്ച്, അതിനൊന്നുള്ള നേരം ഉണ്ടാവില്ല കേട്ടോ. എല്ലാവരും നേരെ ഭഗവാനെ കണ്ട് ഓടുകയല്ലേ ചെയ്യുക. പക്ഷെ നമ്മളൊന്ന് അവിടെ പറഞ്ഞു പോരുക. അവിടേക്ക് നോക്കിയിട്ടൊന്ന് പോരുമ്പോൾ അതിൻ്റേതായൊരു കാര്യം ഉണ്ടാവും. അതുപോലെ വലത് വശത്തുള്ള ആദ്യ തൂണ് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി തൊഴാം. അങ്ങനെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ന് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ കാൽപാദങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നു. 4 കാൽപാദങ്ങളൊക്കെ കാണുന്നു. ആമയാണ് കേട്ടോ. ഇന്ന് കൂർമാവതാരമാണ്. ആമയുടെ തോടൊക്കെ ഇങ്ങനെ നന്നായിട്ട് പട്ട് കൊണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അരയ്ക്ക് കിഴപ്പോട്ട് ആമയുടെ രൂപം കൂർമാവതാരത്തിൻ്റെ ബാക്കി മഹാപ്രഭുവായിട്ട് ശംഖുചക്ര കഥാപൽപ്പത്തോടു കൂടിയ ആ മഹാപ്രഭുവായിട്ട് ഇങ്ങനെ നിൽക്കണം. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. തലയിൽ തിരുമുടിമാലയൊക്കെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ കിരീടം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് തിരുമുടിമാല വെച്ചിട്ടുണ്ട്. അതേപോലെ കൈവളകൾ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ മുകളിൽ അരഞ്ഞാണൊക്കെ ചാർത്തിയിട്ടുണ്ട്. പൊന്നിൻ്റെ ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. ഒരു മാങ്ങാമാലയുണ്ട്, ഒരു വളയം പോലത്തെ മാല, പിന്നെ ഒരു മുല്ലപ്പൊട്ടുമാല. അങ്ങനെ 3 മാലകളുണ്ട്. തോൾവളകളൊക്കെ കാണാനുണ്ട്. അങ്ങനെ നല്ല രസമായിട്ടുള്ള അലങ്കാരം. കൂർമാവതാരമായിട്ടുള്ള അലങ്കാരം എന്ന് പറഞ്ഞാൽ നല്ല രസമല്ലേ. മത്സ്യം കഴിഞ്ഞ് കൂർമാവതാരം, വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. പിന്നെ വലിയൊരു ഉണ്ടമാല ഉണ്ട്, തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളത്. നല്ല വലുപ്പത്തിലാണ് ചാർത്തിയിട്ടുള്ളത്. നല്ല ഒരു കാഴ്ച തന്നെയാണ്. ആ വിഗ്രഹം നിറച്ച്, ചതുർബാഹുവായ വിഗ്രഹം നിറച്ച് അങ്ങനെ നിൽക്കുന്ന തരത്തിലാണ് ആ അലങ്കാരം. അപ്പോൾ നമ്മൾ ഭഗവാന്റെ ആ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ കൂർമാവതാര കാണുന്നത്. കൂർമാവതാരത്തിനെ കണ്ടിട്ട് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും. ആ ഭഗവാന്റെ വിശ്വരൂപത്തിൻ്റെ അടങ്ങിയ ആ കൂർമാവതാരം, ദശാവതാരത്തിലെ കൂർമാവതാരം കണ്ട് തൊഴുക. കളഭാലങ്കാരം വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ച കാണുക. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. സോപാനപ്പടിയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ നേരെ നമ്മൾ ആദ്യത്തെ ആ ബലിക്കല്ല് നോക്കിയിട്ട് അഗ്നികോണിലേക്കൊന്ന് നോക്കി തൊഴുതു. പിന്നെ അതേപോലെ തിടപ്പള്ളി നോക്കിയിട്ട് ഭഗവാന്റെ നേദ്യം തയ്യാറാക്കുന്ന തിടപ്പള്ളി, അതേപോലെ ഭഗവാന് ഗണപതി ഹോമം നടത്തുന്ന തിടപ്പള്ളി,
ഒക്കെ കണ്ട് തൊഴുത് നമ്മൾ തിരിഞ്ഞിങ്ങനെ വരുമ്പോൾ ആ ചുമരിൻ്റെ അവിടെയുള്ള ആലിലക്കണ്ണനെ കാണാം. അപ്പോൾ പച്ച കളറുള്ള ഇലയിൽ ഇങ്ങനെ ആലിലയിലിരിക്കുന്ന ആ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് പിന്നെ നമ്മൾ ആ സപ്തമാതാക്കളെയൊക്കെ ഒന്ന് കണ്ട് തൊഴുത് നേരെ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരികയാണ്. വിഘ്നേശ്വരൻ്റെ അടുത്ത് നിന്ന് കിരീടം വെച്ചിട്ടുണ്ട്, പിന്നെ കളഭം കൊണ്ടുള്ള അലങ്കാരമൊന്നും ആയിട്ടില്ല. അങ്ങനെ എന്നാലും പൊട്ടാണ്, സ്വർണത്തിൻ്റെ പൊട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് താമര കൊണ്ടുള്ള അർച്ചനകളാണ് ഉണ്ടായത്. താമര ഇതളുകളാണ് ധാരാളം. നന്നായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ആ ഗണപതിനെ പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി അറയിലേക്ക് നോക്കുമ്പോൾ കെടാവിളക്ക് കത്തുന്നു. സരസ്വതി ദേവിയുടെ ഫോട്ടോത്തിൻ്റെ മുകളിൽ 3 മാലകളുണ്ട്, വലിയ മാലകൾ. വെളുത്ത പൂവിൻ്റെ ഉണ്ട്, ഒരു എന്താ പറയുക, ഒരു റോസ് പൂ പോലത്തെ അങ്ങനത്തെ ഉണ്ട്, താമരയുടെ ഇതൾ തന്നെ തോന്നുന്നു. അങ്ങനെ 3 മാലകളുണ്ട്. അപ്പോൾ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിൽ വന്നിട്ട് ചെറിയ ഗണപതിയെ കാണാം. അവിടെ ഇന്ന് ചെറിയ മാലകളുണ്ട് കേട്ടോ. ഇന്ന് മൊത്തത്തിൽ അവിടെയൊക്കെ മാലകളുണ്ട്. അപ്പോൾ ഗണപതിയെ ഒന്ന് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അത് കഴിഞ്ഞ മേൽശാന്തിയുടെ അവിടുന്ന് പ്രസാദം വാങ്ങാം. അവിടെ നിന്ന് കളഭാലങ്കാരമൊക്കെ ഉണ്ടായിരുന്നത് പൊട്ടക്കുഴി ബൗദ്ധാസ്വദിക്കനാണ്. അദ്ദേഹമാണ് വളരെ മനോഹരമായിട്ട് ആ കൂർമാവതാരത്തിൻ്റെ ആ ഒരു അവതാരം കളഭം കൊണ്ട് ചെയ്തിരിക്കുന്നത്. വളരെ മഹത്തരമായൊരു കാര്യം. എന്തായാലും ഭഗവാൻ ഇന്ന് കൂർമാവതാരത്തിലാണ് ഇരിക്കുന്നതെന്ന് ഭഗവാൻ ഓദിക്കനോട് പറയുമ്പോഴാണ് ഓദിക്കൻ ആ ഒരു തീരുമാനത്തിൽ അദ്ദേഹത്തിൻ്റെ കൈ ചലിക്കുന്നതേ. ഓരോരോ വേഷവിധാനങ്ങളോട് കൂടിയിട്ട് ഓദിക്കൻ്റെ മനസ്സിലേക്ക് തോന്നിക്കുകയാണ്. അല്ലാതെ അവിടുന്ന് രാവിലെ അങ്ങോട്ട് പോകുമ്പോൾ ഓദിക്കന് തോന്നുന്നില്ല അവിടെ പോയിട്ട് ഇന്ന അലങ്കാരമാണെന്ന്. പക്ഷെ അവിടെ ശ്രീലകത്തേക്കാണ് കയറിയ ആ ഭഗവത് ചൈതന്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്ന് ഇന്ന അലങ്കാരം ആയിക്കോട്ടെ എന്ന് ഭഗവാന്റെ ഒരു നിശ്ചയം ആ ഓദിക്കൻ്റെ ഉള്ളിലേക്ക് തോന്നിക്കുകയാണ്. പിന്നെ ആ ഓദിക്കൻ്റെ കൈവിരലുകളൊക്കെ അതിനനുസരിച്ചുള്ള ചലനങ്ങളാണ്. അല്ലാതെ ഓദിക്കൻ മനസ്സിരുത്തിയിട്ട് ചെയ്യല്ല, മനസ്സിൽ തോന്നിയതുപോലെ ചെയ്യുന്നതല്ല. ഭഗവാന്റെ ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. ഇന്ന് ആ കൂർമാവതാരത്തിലാണ് ഭക്തർക്ക് ദർശനം നൽകേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ആ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി പിന്നെ ആ വാമനാവതാരവും അതേപോലെ പിന്നെ കാണാനുള്ളത് ഗജേന്ദ്രമോക്ഷത്തിൻ്റെ ഒരു കാഴ്ച കാണാം. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കാണാം. അതേപോലെ അനന്ത പത്മനാഭസ്വാമിയുടെ അടുത്ത് വരിക. അവിടെയും ധാരാളം മാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. തുളസി മാലകൾ ധാരാളമുണ്ട്. ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട തുളസി മാലകൾ ധാരാളം. അതിൻ്റെ ഇടയ്ക്കൊരു താമരമാല, പിന്നെ കുറച്ച് തെച്ചിയും വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാഴ്ചയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കും. അങ്ങനെ അത് നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പുറകിലോട്ട് വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അത് കണ്ട് തൊഴാം. അങ്ങനെ ആ കൃഷ്ണൻ്റെ അടുത്തേക്ക് വരിക. കൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോൾ അവിടെയുണ്ട് ആ തുളസിമാല ചാർത്തിയിട്ട്. മുരുകനെ കണ്ടു തൊഴുതു. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ധാരാളം വെറ്റിലമാലകളാണ്. 2-3 വെറ്റിലമാല നിറച്ചുണ്ട്. ആ മുഖം മാത്രമേ കാണാനുള്ളൂ. ബാക്കിയുള്ള ഭാഗമൊക്കെ വെറ്റിലമാലകൾ കൊണ്ട് ഇങ്ങനെ അലങ്കാരം ചെയ്തിട്ടുണ്ട്. പിന്നെ കുങ്കുമം ധാരാളം. എല്ലാം തകഞ്ഞിരിക്കുകയാണ് ഹനുമാൻ സ്വാമിയുടെ അടുത്ത്. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് നമ്മൾ ബാക്കിയുള്ള രാധാകൃഷ്ണ വിഗ്രഹമുണ്ട്, അതൊക്കെ എല്ലായിടത്തും പൂക്കളുണ്ട്, മാലകൾ ചാർത്തിയിട്ടുണ്ട്.
അതൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് കഴിഞ്ഞ് കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കാണാം. കുറച്ച് പടിഞ്ഞാട്ട് ഇങ്ങനെ മാറി നിന്നാലേ. അത് കഴിഞ്ഞാൽ കിഴക്ക് വശത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ആ ഗ്രില്ലിന് അപ്പുറത്തേക്ക് കിടന്നാൽ മണിക്കിണർ കാണാം. അവിടെ നിന്ന് നോക്കി തൊഴാം. അതേപോലെ നൃത്താറയിലേക്ക് നോക്കിയിട്ട് ആ കിടാവുകൾക്ക് ഇങ്ങനെ കത്തി നിൽക്കണു, അത് കണ്ട് തൊഴാം. ഇപ്പോൾ പഴയ പോലെ ഏത് സമയത്തും അങ്ങോട്ട് ഭക്തജനങ്ങളെ പ്രവേശിപ്പിക്കില്ല. എന്നാലും ചില സമയങ്ങളിൽ കാണാൻ പറ്റും കേട്ടോ. ഗ്രില്ലിനപ്പുറത്താണ് നൃത്താറയും മണിക്കിണറൊക്കെ. അതിന് ശേഷം നമ്മൾ നേരെ കുറൂരമ്മേനെയും നാരദരെയും ആ വസുദേവരെയൊക്കെ കണ്ട് ഉണ്ണിക്കണ്ണനെയൊക്കെ കണ്ട് നേരെ വടക്കേ നട കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ വന്നിട്ട് ചന്ദനം തീർത്തൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അടുത്ത് എത്തിയിട്ട് അവിടെയൊക്കെ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ, അത്രയ്ക്ക് മാത്രമുള്ള തോന്നില്ല. കാരണം ഉദയാസ്തമന പൂജയുടെ തിരക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത്രയ്ക്ക് മാത്രം വലിയ തിരക്കില്ല. ആകെ ഒരു 10 ആളും ഇല്ല, ഒരു 5 ആൾ ഉള്ളൂ എന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ സുഖമായിട്ട് ദർശനമാണ്. അമ്മയുടെ ആ ഒരു കാഴ്ച, കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, ഗോളകയൊക്കെ ചാർത്തിയിട്ടുള്ള ആ കിരീടമാണ്. പിന്നെ അവിടെയും ഇതേപോലെ താമരയും തെച്ചിയാണ് അർച്ചന കഴിഞ്ഞിട്ടിരിക്കുന്നത്. നല്ല കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ആ സ്വർണത്തിൻ്റെ പതക്കം പോലത്തെ മാലയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് കുറച്ചങ്ങോട്ട് എത്തിയ കോർണറിലെത്തിയിട്ട് തിരിഞ്ഞു നിന്നാൽ കാണാൻ നമുക്ക് മമ്മിയൂരപ്പൻ്റെ അമ്പലത്തിൽ പോകുന്ന പോലെ നമ്മൾ നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, മമ്മിയൂരപ്പനെ മനസ്സിൽ പ്രാർത്ഥിച്ച് തൊഴുക. അതിനുശേഷം നമ്മൾ നേരെ വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ വരിക. വീണ്ടും നമുക്ക് കൂർമ്മ അവതാര പൊരുളിനെ കാണാനായിട്ട് ശ്രമിക്കാം. വളരെ സുഖമായിട്ട് ദർശനമാണ്. കാരണം എന്താ വെച്ചാൽ അവിടെയൊന്നും അധികം ആളുകളില്ല. പിന്നെ മുന്നിൽ വലിയ തിരക്ക്, അതായത് വലിയ ആളില്ലെങ്കിൽ വലിയ തിരക്കില്ലെങ്കിലൊക്കെ സുഖമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ കഴിയും. അപ്പോൾ നമുക്കവിടെ കണ്ട് നമസ്കരിച്ച് വീണ്ടും കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് പോവാം. അവിടെ വന്ന് ഒന്നുകൂടി ആ കടാവൾക്ക് കണ്ട് തൊഴാം. പിന്നെ അയ്യപ്പൻ്റെ അടുത്തേക്ക് വരിക. അയ്യപ്പൻ്റെ അടുത്ത് വരുമ്പോൾ അവിടെ ഇപ്പോൾ എന്തായാലും ഉണ്ണിക്കണ്ണനായിട്ടായിരിക്കും കേട്ടോ. അയ്യപ്പൻ ഇപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ സ്വഭാവത്തിലാണ് തോന്നുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നും അയ്യപ്പന് പീലിയുണ്ട്, അതേപോലെ കണ്ണൻ്റെ മുഖഭാവമാണ് വരുന്നത്. ഓടക്കുഴൽ മടിയിലും വെച്ചിട്ടിങ്ങനെ. എന്തായാലും നന്നായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ്. പിന്നെ ധാരാളം പൂക്കളൊക്കെ അങ്ങനെ മാലകളൊക്കെ ചാർത്തിയിട്ട് നല്ല രസമായിട്ടുണ്ട്. അയ്യപ്പനെ കാണാനും നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. എന്നിട്ട് അവിടെ നിന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറേ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിൽ ആ വേണുഗോപാല സ്വരൂപം കണ്ട് തൊഴാം. പിന്നെ പുറകോട്ട് ഇങ്ങനെ ഇറങ്ങി നിന്നാൽ ആ അമ്പലത്തിൻ്റെ മുകളിൽ ആ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് നേരെ പടിഞ്ഞാറേ നടയിൽ കൂടെ പുറത്തിറങ്ങി രുദ്രതീർത്ഥത്തെ ഒന്ന് വലം വയ്ക്കാനായി പ്രദക്ഷിണം വയ്ക്കാനായിട്ട് നമുക്കിങ്ങനെ പോവാം. അങ്ങനെ പ്രസാദ കൗണ്ടറിൻ്റെ അധികം അങ്ങനെ പോകുന്നു. നാരായണാലയത്തിനൊന്ന് കയറിയിട്ട് അവിടെ ഒന്ന് തൊഴുത് പൂന്താനം പൂജിച്ച വിഗ്രഹമൊക്കെ കണ്ട് ഇങ്ങനെ നമുക്ക് പോരാം. പിന്നെ ഭഗവതിയുടെ അവിടെ ഒന്നുകൂടിയും തൊഴാം. അതിന് ശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ ദീപസ്തംഭത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കുമ്പോൾ ആ പ്രകാശം കാണാം. അവിടുന്ന് ഒന്നുകൂടി കൂർമാവതാരത്തെ കണ്ട് തൊഴുക. എന്നിട്ട് നമ്മളിങ്ങനെ തെക്കേ നടയിലേക്ക് പോരുമ്പോൾ ആ കൂവളത്തിനെ കാണാം. നല്ല തെളിഞ്ഞ് ഉള്ളത്, മഴത്തുള്ളികളിങ്ങനെ വീഴുന്ന ആ ഒരു കാഴ്ച നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ആ കൂവളത്തെ വന്ന് പ്രദക്ഷിണം ചെയ്യുക. മഹാദേവനെയും അതേപോലെ ശ്രീ പാർവതീനെയും പ്രദക്ഷിണം ചെയ്യുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിച്ച് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. ഇനി നമുക്ക് ചെറിയൊരു കഥയിലേക്ക് വരാം. ഇത് ശരിക്കും പറഞ്ഞാൽ വില്യമംഗലം സ്വാമിയാരും അദ്ദേഹത്തിന് മേച്ചേരി മനയിലുള്ള ആളുകളാണ് ദിവസവും അന്നം, അതായത് ഭക്ഷണം എത്തിക്കേണ്ടത്. പിന്നെ ഒരാൾ കൂടെ ഉണ്ടാവണം എന്നാണ്
അത് അവരുടെ ആ ഒരു അവകാശമാണ് മേച്ചേരി മനക്കാരുടെ. ശരിക്കും 13-ാം നൂറ്റാണ്ടിലായിരുന്നു വില്യമംഗലം സ്വാമി ജീവിച്ചിരുന്നത്, അതൊക്കെ അറിയാലോ. അങ്ങനെ വെള്ളാങ്കല്ലൂർ മേച്ചേരി മന എന്നാണ് അവർക്ക് പറയുക. അവരുടെ 9 മക്കളുള്ള നമ്പൂരിയായിരുന്നു. അപ്പോൾ ആരെങ്കിലും ഒരാൾ പോയിട്ടാണ് ദിവസവും വില്യമംഗലം സ്വാമിയാർക്ക് വെച്ച് വിളമ്പി കൊടുക്കുക. അങ്ങനെ മേച്ചേരി മനയിലെ ഒരംഗം എപ്പോഴും സ്വാമിയാരോടൊപ്പം ഉണ്ടാവും, അതായത് ഒരു പരിചാരകൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരിത്. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ ആ തിരുമേനി, മേച്ചേരി മനേനെ തിരുമേനി ഇങ്ങനെ നോക്കുമ്പോൾ ഉച്ചയ്ക്ക് ഉണ്ണാനിരുന്നപ്പോൾ 9 അംഗങ്ങളുണ്ട്. അപ്പോൾ വില്യമംഗലം സ്വാമിയാരുടെ അങ്ങോട്ട് പോയില്ലേ എന്നൊരു സംശയം. അപ്പോൾ ഓരോരുത്തരോട് ചോദിക്കുക, മക്കളുടെ മുഖത്തേക്കൊക്കെ നോക്കിയപ്പോഴേ അച്ഛൻ നമ്പൂരി ചോദിക്കുക, ഇന്നിപ്പോൾ ആരാ പുത്തൻചിറക്കിൽ പോയത്? അപ്പോൾ അവർ ഓരോരുത്തരും പരസ്പരം നോക്കി. ഏട്ടൻ പോയിന്നാ വിചാരിച്ചതെന്ന് അങ്ങനെ ഓരോരുത്തരും പറഞ്ഞു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ അനിയൻ പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. അതങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ആരും ഇന്ന് അങ്ങോട്ട് പോയിട്ടില്ല അല്ലേ എന്ന് ചോദിച്ചു. ചതിച്ചല്ലോ എൻ്റെ ഈശ്വരാ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് തിരുമേനി വേഗം അവിടുന്ന് എണീച്ച് പോയി. അങ്ങനെ മേച്ചേരി നമ്പൂരി അങ്കലാപ്പോടെ ഇങ്ങനെ ഓടിക്കഴിച്ചിട്ട് വില്യമംഗലത്തിൻ്റെ ഇല്ലകത്തേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ അദ്ദേഹം വില്യമംഗലം ഇങ്ങനെ ചാരുകസേലിരുന്ന് ഏതോ പുരാണ ഗ്രന്ഥം വായിക്കുക. അങ്ങനെ നോക്കുമ്പോൾ കാൽപ്പെരുമാറ്റം കേട്ടിട്ട് നോക്കുമ്പോൾ സ്വാമിയാർ മേച്ചേരി നമ്പൂരിയാണ്. അപ്പോൾ എന്താ കാര്യം എന്നുള്ളത്, കാരണം അത്രയ്ക്കും ഇതായിട്ടാണ് വരുന്നത്, ഓടിക്കഴിച്ചിട്ടാണ് മേച്ചേരി വരുന്നത്. പക്ഷേ വില്യമംഗലത്തിലാണെങ്കിലോ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ സ്വാമിയാർ പറഞ്ഞു, അവിടെ വന്നിട്ട് അതേ ഒരു തമാശ കേൾക്കണോ മേച്ചേരിക്ക്, ഇന്ന് എൻ്റെ പിറന്നാളാത്രേ, ഞാനതങ്ങോട്ട് മറന്നു, നാരായണൻ പറഞ്ഞപ്പോഴാണ് ഓർത്തേന്ന്. അപ്പോൾ എന്താ വെച്ചാൽ അയാളുടെ ഒരു കൈപ്പുണ്യം കുറേ കൂടിയിട്ടുണ്ട് കേട്ടോ, വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വിഭവങ്ങളൊക്കെ ബഹുകേമായിരുന്നു. പായസം കുറച്ച് ഇല്ലത്തേക്ക് എടുക്കാൻ പറയേണ്ടായി ഞാൻ. മേച്ചേരി കഴിച്ചുവോ? അപ്പോൾ ഞാൻ കഴിച്ചില്ല സ്വാമി. അതെന്താ, മേച്ചേരിക്ക് മധുരം ഇഷ്ടമല്ലേ? അതെ സ്വാമി, എനിക്കിതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാനാവണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ മേച്ചേരി? അതെ, നാരായണൻ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ ഇന്നിപ്പോൾ ഇല്ലത്ത് നോക്കിയപ്പോൾ നാരായണൻ ഉണ്ട്. അപ്പോൾ സ്വാമിക്ക് ഉച്ചയ്ക്ക് അന്നം വിളമ്പിത്തരാൻ ആരും വന്നില്ലല്ലോ എന്നുള്ള കുണ്ഠിതത്തോട് കൂടിയിട്ട് ഞാൻ ഓടിക്കഴിച്ച് വന്നതാണ് സ്വാമി. അപ്പോൾ വില്യമംഗലം പറഞ്ഞു, എന്തായാലും നാരായണൻ്റെ രൂപത്തിൽ നാരായണൻ തന്നെ വന്നിട്ട് എനിക്ക് വിളമ്പി തന്നു എൻ്റെ പിറന്നാളാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഉണ്ണിക്കണ്ണൻ അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ ഇന്ന് എന്നെ പിറന്നാളാണെന്നും പറഞ്ഞ് ഉണ്ണിക്കണ്ണൻ തന്നെ എന്നെ എന്താ പറയുക നന്നായിട്ട് ഊട്ടിയിട്ടാണ് പോയേട്ടോ, അങ്ങോട്ട് കൊടുത്തയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു എന്നേ. വളരെ സന്തോഷമായി. ഏറ്റവും ആഹ്ലാദം നിറഞ്ഞ സമയമാണ്. ഭഗവാൻ തന്നെ എന്നെ വന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കാര്യം വളരെ പ്രസക്തമാണല്ലോ. അപ്പോൾ മേച്ചേരിയും വില്യമംഗലം ഒക്കെ ആയിട്ട് ഇങ്ങനെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട്, കാരണം അന്നങ്ങനെ തൻ്റെ വീട്ടുകാരുടെ അബദ്ധം ഭഗവാൻ തന്നെ തിരുത്തി കൊടുത്തു. അവിടെ പ്രശ്നമില്ലാതെ ആ ഒരു കാര്യം നിർവഹിച്ചു എന്നുള്ളത് മേച്ചേരിക്കും, വില്യമംഗലത്തിലാണെങ്കിലോ ഭഗവാൻ തന്നെ വന്ന് ഊട്ടി എന്നുള്ളൊരു മനസ്സ് സുഖം അതും ആ വില്യമംഗലത്തിന് ലഭിച്ചു. പരസ്പരം ആ 2 പേരും വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് അന്ന് പിരിഞ്ഞത്. വളരെ നല്ലൊരു കഥയാണ്. അതായത് ഭക്തി തന്നെയാണ്. ഗുരുവായൂരപ്പൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത് നമുക്ക് എങ്ങനെ ചെന്ന് കയറാൻ കഴിയുമോ അത് ഭക്തിയിലൂടെ മാത്രമേ കിട്ടൂ. ഗുരുവായൂരപ്പൻ എന്താണ് നമുക്ക് തരാൻ തീരുമാനിക്കുന്നത് അതെല്ലാം ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കൂ. അപ്പോൾ ഗുരുവായൂരപ്പനിൽ അകമഴിഞ്ഞ ഭക്തി കൊണ്ട് എന്നും ഗുരുവായൂരപ്പൻ്റെ ആ കാൽക്കൽ തന്നെ ജീവിതകാലം മുഴുവൻ നമുക്ക് ജീവിക്കാനുള്ള അനുഗ്രഹം തരണേ എന്ന് മാത്രം പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്കുള്ള എല്ലാ വിഷമങ്ങൾക്കും ആ ഗുരുവായൂരപ്പൻ തന്നെ അതിനുള്ള ഒരു കാഴ്ച, ഒരു സംഭവം ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. എല്ലാറ്റിനും പ്രതിവിധി കാണിച്ചു തരും എന്നാണ്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം.